എന്റെ തീരുമാനം ഇന്നു തൊട്ട് കാട്ടിലെ ദുർബല മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുമെന്നുള്ളതാണ്. അതായത് അണ്ണാനുകൾ, എലികൾ, ഇവരെല്ലാം ഈ കാട് വിട്ട് ഇന്ന് തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോകണം. രാജാവ് സിംഹത്തിന്റെ ഉത്തരവെല്ലാം കേട്ട് പാവപ്പെട്ട മൃഗങ്ങളെല്ലാരും അങ്ങ് പേടിച്ചുപോയി. ആ പാവപ്പെട്ട മൃഗങ്ങളിൽ നിന്നും സോന അണ്ണാൻകുഞ്ഞ് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ മഹാരാജാവേ. എന്തു പറഞ്ഞു? എന്നോടിങ്ങനെ സംസാരിക്കാനായി നിനക്ക് എന്ത് ധൈര്യം വന്നു? മഹാരാജാവേ, ഗ്രാമത്തിന്റെ അപ്പുറത്തെ ഭാഗത്ത് പച്ചപ്പ് ഒന്നുമേ ഇല്ല. അവിടുത്തെ വെള്ളമുള്ള തടാകവും വറ്റിക്കിടക്കുക. ഇതെന്റെ ഉത്തരവാണ് അണ്ണാനെ. പിന്നെ ഇന്നു മുതൽ ഏതെങ്കിലും ദുർബല ജീവികൾ ഈ കാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഉടൻ തന്നെ കൊന്നുകളയുന്നതാണ്. പക്ഷേ മഹാരാജൻ, ഈ ദുർബല ജീവികൾ അവിടെ പോയാൽ സ്വയം ചത്തൊടുങ്ങും. അങ്ങ് ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം. മണ്ടത്തരം പറയാതോടോ വിഡ്ഢി കൂശ്മാണ്ഡമേ. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് യോജിക്കുമായിരുന്നു. എന്നാൽ ഈ സ്വർണ്ണ അണ്ണാൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാട് വിട്ടു പോകേണ്ടി വരും.